ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മീൻ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മോത മീനാണ്. മോത മീൻ പീസാക്കിയത് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിൽ നിന്ന് ഞാനൊരു 200 ഗ്രാമേ എടുക്കുന്നുള്ളൂ, ബോൺലെസ് ആയിട്ട് ഉള്ളത്. അതിലേക്ക് പാകത്തിന് ഉപ്പ്, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. 5 മിനിറ്റ് ഇത് ഇങ്ങനെ വെക്കാം. അത് കഴിഞ്ഞ് ഇത് ഒരു ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. അച്ചാറായതുകൊണ്ട് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ച് ഇത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം. ഈ മുളക് പൊടി ഉപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മീനെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് നല്ലപോലെ വറുത്ത് കോരിയെടുക്കണം. ഈ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഇതിലേക്ക് മീൻ പീസസ് കുറേശ്ശെ എടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം. 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കാം. ഇത് ഫ്ലഷ് മാത്രമായതുകൊണ്ട് നല്ലപോലെ വറുത്ത് കോരി എടുക്കാം. നല്ല വിനാഗിരിയൊക്കെ ഇട്ട് വെച്ചാൽ 1 മാസത്തിൽ 2-3-4 മാസം വരെ കേടാകാതെ ഇരുന്നോളൂ. വിദേശയാത്രയൊക്കെ പോകുന്നവർക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ല അച്ചാറാണ്. ഒരു വശം മൊരിഞ്ഞ് കഴിയുമ്പോൾ അത് വീണ്ടും തിരിച്ചിട്ട് അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇതിലേക്ക് 4-5 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കരിവേപ്പില, ഇഞ്ചി എല്ലാം കൂടെ വേണം. ഇതെല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. മിക്സിയിൽ തിരിച്ചു എടുക്കാം. ഞാൻ കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞു, ബാക്കി ഞാൻ മിക്സിയിൽ അരച്ചെടുത്തു. അപ്പോൾ ഇതിനായിട്ട് വീണ്ടും എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുകും ഉലുവയും ഇടണം. അത് പൊട്ടിക്കഴിയുമ്പോഴാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇടുന്നത്. ഇത് മൊരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് ഒന്നുകൂടെ നല്ലപോലെ ഇത് മൊരിയിക്കണം. ഇത് നല്ലപോലെ മൊരിഞ്ഞു വരുമ്പോഴാണ് ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് മുളക് കൂടുതൽ വേണ്ടവർക്ക് ഞാൻ 2 സ്പൂൺ മുളക് പൊടി ഇട്ടു. 2 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് ഒന്നുകൂടെ. പിന്നെ ഇതിന് ആവശ്യമായ വിനാഗിരി ഒഴിക്കണം. ഒരു അര ഗ്ലാസ് ഒക്കെ ഒഴിച്ചാൽ മതിയാവും. 1/2 ഗ്ലാസ് വിനാഗിരി ഒഴിച്ച്, കൂടുതൽ ഗ്രേവി വേണ്ടവർക്ക് കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം. വിനാഗിരി ഒഴിച്ച് അതിലേക്കാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ പീസസ് ഇടണം. മീൻ പീസസ് ഇട്ട് ഇളക്കിയെടുത്ത് തിളപ്പിച്ചെടുത്ത് വെച്ചാൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അധികം ഗ്രേവി ഇല്ലാത്ത പോലെയാണ് എടുത്തിരിക്കുന്നത്. ഗ്രേവി കുറച്ചുകൂടെ വേണേൽ കുറച്ചുകൂടെ വിനാഗിരിയൊക്കെ ഒഴിച്ചാൽ മതി. വിനാഗിരി, ഉപ്പ് ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ ഫിഷ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുപ്പിയിലടച്ച് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ. ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ കൊടുത്താൽ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടും. താങ്ക് യു.